മക്കളെ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അഥവാ ഐഷിൻ്റെ 2025 അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അപ്പോൾ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഈ സാമ്പിൾ കാണിച്ചിരിക്കുന്ന കുട്ടിയുടെ അഡ്മിറ്റ് കാർഡ് ശ്രദ്ധിച്ചറിയാം. അഡ്മിഷൻ ടിക്കറ്റ് ടു എൻട്രൻസ് എക്സാം ഫോർ BSLP ഫിസിക്സ് കെമിസ്ട്രി ബയോളജി. അതായത് കുട്ടി ചൂസ് ചെയ്തിരിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ്. ചില കുട്ടികൾക്ക് അത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആയിരിക്കും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണെന്ന്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ടിംഗ് ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഗേറ്റ് ക്ലോസിംഗ് ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ ടൈം ഓഫ് എക്സാമിനേഷൻ ശ്രദ്ധിക്കുക. കുട്ടിക്ക് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിംഗ് ടൈം 7:30 ഗേറ്റ് ക്ലോസിംഗ് ടൈം 8:45. അതായത് 7:30 അവിടെ എത്തണം. 8:45 ശേഷം ഒരു കാരണവശാലും കുട്ടിയെ പെർമിറ്റ് ചെയ്യില്ല. എക്സാമിൻ്റെ സമയം നോക്കുക, 9 മണി തുടങ്ങി 11:30 വരെയാണ്. ഈ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ നോക്കിയാൽ കുട്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും, കുട്ടിയുടെ റോൾ നമ്പർ ഉണ്ടാവും, കുട്ടിയുടെ പാസ്വേഡ് ഉണ്ടാവും, കുട്ടിയുടെ പേര്, കുട്ടിയുടെ ഫാദറിൻ്റെ പേര് അല്ലെങ്കിൽ മദറിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും ഉണ്ടാവും. ഇവിടെ ഒരു ബാർകോഡ് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ ഇവിടെ കുട്ടിയുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാവും, ഇവിടെ സിഗ്നേച്ചറും കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് അഡ്മിറ്റ് കാർഡിൻ്റെ ടോപ്പ് സൈഡ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മിസ്സിംഗ് ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബാർകോഡ് അല്ലെങ്കിൽ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ മിസ്സിംഗ് ആണെങ്കിൽ ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യുക. ഇതൊക്കെ വരുന്ന അഡ്മിറ്റ് കാർഡ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. കളർ വേണമെന്ന് നിർബന്ധമില്ല, കളറാണെങ്കിൽ പ്രിഫറബിൾ. ഇനി ആ ഫോട്ടോഗ്രാഫിന്റെ തൊട്ട് താഴേക്ക് നോക്കിയാൽ കുട്ടിയുടെ അഡ്രസ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എക്സാമിനേഷൻ സെന്റർ, എവിടെയാണ് എക്സാം സെന്റർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചറിനുള്ള സ്ഥലമുണ്ട്, സൈൻ ചെയ്യരുത്. ഇവിടെ ഇൻവിജിലേറ്ററിന്റെയും സിഗ്നേച്ചറിന്റെ സ്ഥലമുണ്ട്. അപ്പോൾ ഇത് രണ്ടും എക്സാം ഹോളിൽ വെച്ച് ചെയ്യേണ്ടതാണ്. നിങ്ങളിത് ഇട്ടിട്ട് പോകരുത്, അവിടെ ബ്ലാങ്ക് ആക്കി തന്നെ ഇട്ട് പോവുക. അവിടെ ഇൻവിജിലേറ്റർ പറയുമ്പോഴേ നിങ്ങൾ സൈൻ ചെയ്യാവൂ, ആ കൂടെ തന്നെ ഇൻവിജിലേറ്ററും സൈൻ ചെയ്യും. ഇത്രയേ ഉള്ളൂ ശരിക്കും അഡ്മിറ്റ് കാർഡ്. എന്നിട്ട് അതേ പേജിന്റെ താഴേക്ക് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ് മസ്റ്റ് റീറ്റെയിൻ ദിസ് അഡ്മിഷൻ ടിക്കറ്റ് വിത്ത് ദ സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ ടിൽ ദ അഡ്മിഷൻ പ്രോസസ് ഈസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ എക്സാം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ തന്നെ തന്നുവിടും. അതിൽ നിങ്ങളുടെ സിഗ്നേച്ചറും ഇൻവിജിലേറ്ററിന്റെ സിഗ്നേച്ചറും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ആയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ റിട്ടേൺ തന്നുവിടും. ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ വരെ നിങ്ങൾ കയ്യിൽ വെക്കണം. കാരണം അഡ്മിഷന്റെ സമയത്ത് പോകുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു ഡോക്യുമെന്റ് ഇതാണ്. അതായത് ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത അഡ്മിറ്റ് കാർഡാണ്, അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത്. അതേപോലെ നിങ്ങൾക്ക് ഈ അഡ്മിറ്റ് കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന, അതേപോലെ നിങ്ങളുടെ ഫോണിൽ SMS വരുന്ന രണ്ടും ഒരേ സമയമായിരിക്കും. ആ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ നിങ്ങൾ അവിടെ എത്താൻ ശ്രദ്ധിക്കുക. ഇതേ അഡ്മിറ്റ് കാർഡിന്റെ അടുത്ത സെഷനിലേക്ക് വരുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഫോർ കാൻഡിഡേറ്റിനുള്ള ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് കുട്ടി എക്സാം സെന്ററിൽ കയറ്റേണ്ടത് അല്ലെങ്കിൽ കൊണ്ടു ചെല്ലേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒന്ന് പ്രിന്റഡ് കോപ്പി ഓഫ് അഡ്മിഷൻ ടിക്കറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ അഡ്മിഷൻ ടിക്കറ്റിന്റെ പ്രിന്റഡ് കോപ്പി. കളർ വേണമെന്ന് നിർബന്ധമില്ല, കളറാണെങ്കിൽ പ്രിഫറബിൾ എന്ന് ഞാൻ പറഞ്ഞു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം. ഓൾമോസ്റ്റ് ഒരുപാട് എക്സാം എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാവും. പിന്നെ ഒരു പെന്ന് കൊണ്ടുപോകാം ഫോർ ദ റഫ് വർക്കിന്. അത് ബ്ലൂ കളറോ അല്ലെങ്കിൽ ബ്ലാക്കോ എന്തായാലും കുഴപ്പമില്ല. റഫ് വർക്കിന് ഒരു പെന്ന് കൊണ്ടുപോകാം. എനി വൺ ഓഫ് ദ ഓതറൈസ്ഡ് ഫോട്ടോ ID, വാലിഡ് ആയിരിക്കുന്ന ഒരു ഒറിജിനൽ ഫോട്ടോ ID, എക്സ്പയർഡ് ആയിരിക്കരുത്, വാലിഡ് ആയിരിക്കുന്ന ഒറിജിനൽ ആയിരിക്കുന്ന ഒരു ഫോട്ടോ ID. ഏതൊക്കെയാണ് ആ ഫോട്ടോ ID എന്നുള്ളത് ഞാൻ പിന്നീട് മെൻഷൻ ചെയ്യാം, ഇതിൻ്റെ ഒപ്പം തന്നെ പറയാം. ഇത്രയുമാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ കൊണ്ടുപോകേണ്ടത്. അതേപോലെ കാൻഡിഡേറ്റ്സ് ആർ എക്സ്പെക്ടഡ് ടു ടേക്ക് ദെയർ അസൈൻഡ് സീറ്റ് ഇമ്മീഡിയറ്റ്ലി വൺസ് ദ എക്സാം ഹോൾ ഓപ്പൺ. അതായത് കുട്ടി റിപ്പോർട്ടിംഗ് ടൈമിൽ അവിടെ എത്തുക, കുട്ടിക്ക് അസൈൻ ചെയ്തിരിക്കുന്ന സീറ്റിലാണ് കുട്ടി പോയിരിക്കേണ്ടത്. വേറൊരു സീറ്റിൽ ഇരുന്ന് എഴുതിയാൽ അത് മാൽ പ്രാക്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവർ ചെക്ക് ചെയ്യും, എന്നാൽ കൂടി എന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇനി ഇൻസ്ട്രക്ഷൻസിലെ മെയിൻ പോയിന്റുകൾ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കാം. ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഷോ ഓൺ ഡിമാൻഡ് പ്രിന്റ് ഔട്ട് ഓഫ് ദ അഡ്മിഷൻ ടിക്കറ്റ് ഫോർ അഡ്മിഷൻ ഇൻ എക്സാം ഹോൾ. അതായത് ഈ അഡ്മിഷൻ, അതായത് ഐഷ് മൈസൂരിന്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ഈ അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ടും കാണിക്കണം. ഇതില്ലാതെ ഒരു കുട്ടിയും എക്സാമിന് പെർമിറ്റ് ചെയ്യില്ല. അതേപോലെ ഡ്യൂറിംഗ് ദ ടെസ്റ്റ് ദ ഇൻവിജിലേറ്റർ വിൽ ചെക്ക് ദ അഡ്മിഷൻ ടിക്കറ്റ് ടു വാലിഡേറ്റ് ദ ഐഡന്റിറ്റി ഓഫ് ഈച്ച് കാൻഡിഡേറ്റ്. ദ ഇൻവിജിലേറ്റർ വിൽ ഓൾസോ അഫിക്സ് ഹിസ് ഓർ സിഗ്നേച്ചർ. അതായത് അതിൽ അവർ സൈൻ ചെയ്യും, നിങ്ങളെ കൊണ്ടും സൈൻ ചെയ്യും. ഇനി പ്രിന്റിംഗ് ഓഫ് അഡ്മിഷൻ ടിക്കറ്റ് വിൽ ബി ഡിസേബിൾ ഓൺ 28th May. അതായത് എക്സാം നടക്കുന്ന അന്ന് തുടങ്ങി ഇത് നിങ്ങൾക്ക് പിന്നീട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത ഈ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾ സേഫ് കസ്റ്റഡിയിൽ വെക്കുക. കാരണം പിന്നീട് അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് വേണം, അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത്. അതുപോലെ ഐഷ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനി ഡിലേ ബൈ എനി മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടു റീച്ച് ദ ടെസ്റ്റ് സെന്റർ. അതായത് നിങ്ങൾക്ക് യാത്രയിലുണ്ടായ തടസ്സങ്ങൾ കൊണ്ട് എക്സാം നിങ്ങൾക്ക് പിന്നീട് തരികയോ അല്ലെങ്കിൽ റീടെസ്റ്റ് നടത്തിയോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് റിപ്പോർട്ടിംഗ് ടൈമിൽ നിർബന്ധമായിട്ട് എത്തണം. അപ്പോൾ അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒക്കെ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തിട്ട് നേരത്തെ തന്നെ എത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ഇൻ ദർ ഓൺ ഇൻട്രസ്റ്റ് നോട്ട് ടു ക്യാരി എനി പേഴ്സണൽ കമ്പ്യൂട്ടേഷണൽ ഡിവൈസ്.
നിങ്ങൾ കാൽക്കുലേറ്ററുകളോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഡിവൈസുകളോ മൊബൈൽ ഫോണുകളോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളോ സ്മാർട്ട് വാച്ചോ ഒന്നും എക്സാം ഹോളിൽ പെർമിറ്റ് ചെയ്യില്ല. മാത്രമല്ല ഇതിന് സേഫ് കീപ്പിംഗ്, ഇത് സൂക്ഷിക്കാനുള്ളൊരു സ്ഥലം അവർ തരുമെന്ന് പറയുന്നുമില്ല. അതുകൊണ്ട് അത് കൊണ്ടുവരാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ കൂടെ അക്കമ്പനി ചെയ്ത് വരുന്ന ആരാണോ പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് കയറുക. ദെൻ കാൻഡിഡേറ്റ് മസ്റ്റ് നോട്ട് ക്യാരി എനി ടെക്സ്റ്റുവൽ മെറ്റീരിയൽ, അതായത് പ്രിന്റഡ് മെറ്റീരിയലോ അല്ലെങ്കിൽ ബുക്കുകളോ പേപ്പറുകളോ ഒന്നും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളോ സ്മാർട്ട് വാച്ചുകളോ ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, എക്സാം ഹോളിൽ പെർമിറ്റ് ചെയ്യില്ല. ദെൻ ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ റീ എക്സാമിനേഷൻ ഫോർ എനി റീസൺ ഫോർ ദ കാൻഡിഡേറ്റ്, അതായത് എക്സാം എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് പിന്നൊരു സമയമോ പിന്നൊരു ഷെഡ്യൂളോ തരില്ല. അതുപോലെ ദ കാൻഡിഡേറ്റ് മസ്റ്റ് സൈൻ ഓൺ ദർ അഡ്മിഷൻ ടിക്കറ്റ് ഇൻ പ്രസൻസ് ഓഫ് ഇൻവിജിലേറ്റർ. നേരത്തെ ഞാൻ പറഞ്ഞു ഇൻവിജിലേറ്ററിന്റെ പ്രസൻസിൽ മാത്രം എക്സാം ഹോളിൽ വെച്ചിട്ടാണ് സൈൻ ചെയ്യേണ്ടത്. ദെൻ കാൻഡിഡേറ്റ്സ് ID വെരിഫിക്കേഷൻ വിൽ ബി ഡൺ അറ്റ് ദ എക്സാം സെന്റർ. എക്സാം സെന്ററിൽ വെച്ച് നിങ്ങളുടെ ID പ്രൂഫ് വെരിഫൈ ചെയ്യും, നിങ്ങൾ തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യും. അതേപോലെ കാൻഡിഡേറ്റ്സ് ആർ നോട്ട് അലൗഡ് ടു ഗോ ഔട്ട് ഓഫ് ദ ടെസ്റ്റ് ഏരിയ വെൻ ടെമ്പററി ഫോർ എനി റീസൺ ഡ്യൂറിംഗ് ദ ടെസ്റ്റ് ഡ്യൂറേഷൻ റിക്വസ്റ്റ്. അതായത് നിങ്ങളെ ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, എക്സാമിനിടയിൽ നിങ്ങളെ പുറത്തു വിടില്ല. എക്സാം ഗേറ്റ് ക്ലോസിംഗ് കഴിഞ്ഞാൽ ഉള്ളിലേക്കും ഗേറ്റില്ല, എക്സാമിന്റെ സമയം കഴിയാണ്ട് പുറത്തേക്കും വിടില്ല. ഇനി റിക്വസ്റ്റ് ഫോർ യൂസ് ഓഫ് വാഷ്റൂംസ് വിൽ നോട്ട് ബി എന്റർടൈൻഡ്. അതായത് ഈ വാഷ്റൂം ഉപയോഗിക്കാനുള്ള, ഇപ്പം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഉപയോഗിക്കാമെന്നല്ലാതെ അതിനുള്ള സമയം അല്ലെങ്കിൽ അത് കോമ്പൻസേറ്ററി ഒന്നും തരില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങളത് ശ്രദ്ധിക്കുക. അതിന് മുമ്പ് തന്നെ വാഷ്റൂമിലൊക്കെ പോയി റെഡിയാവുക. ആ സമയം നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ അക്സെപ്റ്റബിൾ ഒറിജിനൽ ഓതറൈസ്ഡ് ഫോട്ടോ ID കാർഡ്, ഫോട്ടോ ID പ്രൂഫ്സ്. ഏതൊക്കെയാണ് ID പ്രൂഫുകൾ കൊണ്ടുപോകാൻ പറ്റുക? ഒന്ന് വോട്ടേഴ്സ് ID കൊണ്ടുപോകാം, അല്ലെങ്കിൽ പാസ്പോർട്ട് കൊണ്ടുപോകാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകാം, ആധാർ കാർഡ് കൊണ്ടുപോകാം, ആധാറിന്റെ പ്രിന്റ് ഔട്ട് കൊണ്ടുപോകാം, പാൻ കാർഡ് കൊണ്ടുപോകാം, സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ കോളേജിൻ്റെയോ ID പ്രൂഫ് വിത്ത് ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകാം. ഇത്രയുമാണ് അലൗ ചെയ്തിരിക്കുന്ന ID പ്രൂഫ്. ഇതൊക്കെ എന്തായിരിക്കണം? ഒറിജിനൽ ആയിരിക്കണം. ഒറിജിനൽ ആയിരിക്കണം, ഫോട്ടോസ്റ്റാറ്റ് ആയിരിക്കരുത്, ഒറിജിനൽ ആയിരിക്കണം, വാലിഡും ആയിരിക്കണം. ഇപ്പോൾ പാസ്പോർട്ടൊക്കെ ആണെങ്കിൽ എക്സ്പയർ ആയത് പറ്റൂല. അതേപോലെ ഇൻ ദ അൺഫോർസീൻ ഈവന്റ് ഓഫ് സിസ്റ്റം ഫെയിലിയർ ഓർ ഷട്ട് ഡൗൺ, അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിന് എന്തെങ്കിലും ഷട്ട് ഡൗണോ മറ്റോ ഉണ്ടായാൽ അത് പാനിക്കാവേണ്ടതില്ല, അവരത് റീപ്ലേസ് ചെയ്ത് തന്നോളും. നിങ്ങൾ ചെയ്തിടത്തോളം ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കോളും. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തോളും. ദെൻ ദ കാൻഡിഡേറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ് ടു മേക്ക് എ ലേറ്റ് എൻട്രി, അതായത് ഗേറ്റ് ക്ലോസിംഗ് കഴിഞ്ഞിട്ട് പെർമിറ്റ് ചെയ്യില്ല. എക്സിറ്റ് എയർലി, എക്സാം കഴിയാണ്ട് പുറത്തും വിടില്ല. അപ്പോൾ ഇതും ശ്രദ്ധിക്കാം. അപ്പോൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ്, ഫീ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് എക്സാം കഴിഞ്ഞിട്ട് ഇനി ശ്രദ്ധിച്ചാൽ മതി. ചില കുട്ടികൾ ഫീസിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യ വീഡിയോയിൽ തന്നെയുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി വരുന്ന അപ്ഡേറ്റുകളൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.